മുൻപ് നമുക്ക് ആഷിഖിന്റെ അടുത്തേക്ക് പോകാം. കാരണം വിഴിഞ്ഞത്താണ് ആഷിഖ് ഉള്ളത്. ആഷിഖ്, അവിടുത്തെ ഒരു ആഘോഷം എത്തരത്തിലാണ്? അഞ്ജലി, ഞാൻ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചു തരാം. വലിയ ആവേശമാണ് വിഴിഞ്ഞത്തുകാർക്കുള്ളത്. ഇന്ന് കളി തുടങ്ങിയത് മുതൽ നിരവധി ആളുകൾ ഈ കളി കാണാൻ വേണ്ടി മാത്രം ഇവിടേക്ക് എത്തിയിരുന്നു. അത്തരത്തിൽ ഓരോ വിക്കറ്റ് പോകുമ്പോഴും റൺസ് അടിക്കുമ്പോഴും ഉള്ള ആവേശം, ആ കിരീടം നേടിയത് കൂടി വൻതോതിൽ വർദ്ധിച്ചു. വലിയ ആവേശമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ കിരീടം രണ്ടാം പ്രാവശ്യം തുടർച്ചയായിട്ട് 2 പ്രാവശ്യം ഇന്ത്യ കിരീടം. ചരിത്രത്തിൽ ആദ്യമായിട്ട് കളി നല്ല വൈബായിരുന്നു. നമ്മുടെ സഞ്ജു ആ കളിച്ച കളി തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ 81 റൺസ് സഞ്ജു അടിച്ചതിന് ശേഷം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമ്മളെ ജയിക്കാൻ ഒരു മാനവ സഞ്ജു തന്നെ ആയിരിക്കും. അവൻ തന്നെയാണ്, വേറെ മാറ്റേയില്ല. ചേട്ടാ, ഈ പറയുന്ന ഒരു ഡു ഓർ ഡൈ മാച്ചസിൽ 3 മാച്ച് 80s 90s അടിച്ച് ഒരു ടീമിനെ വിജയിപ്പിക്കുന്ന ഒരു പ്ലെയർ എന്റെ ഓർമ്മയിലില്ല. ആദ്യമായിട്ടാണ് 2007 ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ശ്രീശാന്തിന് ക്യാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വിജയത്തിന് മുത്ത് സഞ്ജുവിന്റെ 3 ഇന്നിങ്സ്, അതാണ് ഇന്ത്യയുടെ കിരീടത്തിൽ നയിച്ചത്. ഉറപ്പ് അത് മലയാളി സഞ്ജു ആണ് നേടിക്കൊടുത്തത്. സഞ്ജു ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇല്ല. സൗത്ത് ആഫ്രിക്കയുടെ ഇന്ത്യ തോറ്റു നിൽക്കുന്ന സമയത്താണ് സഞ്ജു കയറുന്നത്. സഞ്ജു കളിച്ച 4 കളി, ആ 4 കളിയാണ് ഇന്ത്യ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് സഞ്ജു തന്നെയാണ് ആ മികവോട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഫൈനൽ വരെ എത്തിയത്. ഇത്രയും ഫൈനൽ ജയിക്കാൻ കാരണം കാഴ്ചപ്പാടിൽ തന്നെയാണ് എത്തിയതും ഇംഗ്ലണ്ട് സേഫലിൽ പോലും അവൻ സഞ്ജു പറഞ്ഞ ബുംറയിൽ കൊടുക്കാൻ വേണ്ടി. എന്തുകൊണ്ട്? അവൻ സെഞ്ചുറി കളിച്ചില്ല, അവൻ ടീം വേണ്ടി കളിച്ചു. ബുംറ ആ ഓവർ ടൈറ്റാക്കി മാത്രം ബുംറ കൊടുക്കാൻ പറഞ്ഞു. അവന്റെ മനസ്സ്, അതാണ് അവന് വിജയം എന്നും. വലിയ സന്തോഷം. നമ്മുടെ നാട്ടിലുള്ള വ്യക്തി കളിച്ച് ഇത്രയും റണ്ണൊക്കെ നേടി ഫൈനലിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഴിവാണ്. മത്സരമുള്ള കുടുംബത്തിന്റെ അവസരങ്ങൾ, ഇതേപോലെ അവസരങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടണം. ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. അവസരങ്ങൾ കിട്ടാതെ ഒരുപാട് കടപ്പുറം തീർച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇതേപോലെ അവസരം കൊടുത്ത് അതിന് മുന്നോട്ട് വന്ന് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഒരുപാട് കളിക്കാരന്മാർ ഒരുപാട് കടന്നിട്ടുണ്ട്. അതേപോലെ അവസരങ്ങൾ കൊടുത്ത് പാഴാക്കാതെ അതേപോലെ അവസരങ്ങൾ കൊടുക്കുക, ഇതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. അഞ്ജലി, ആവേശത്തിന് ഒട്ടും കുറവില്ല. എന്തായാലും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് സഞ്ജുവിന് തന്നെയാണ് എല്ലാവരും ജയ് വിളിക്കുന്നത്. കാരണം സഞ്ജു വന്നതിന് ശേഷമാണ് ഇന്ത്യൻ ടീമിന്റെ കളി ആകെ മാറിയത്. ഒരു ഘട്ടത്തിൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കുമെന്ന് തോന്നിയ ഇന്ത്യയെ ഈ കപ്പടിപ്പിക്കാൻ പ്രധാനപ്പെട്ട കളി കളിച്ചതെല്ലാം സഞ്ജുവാണ്. 3 കളികളിൽ, വെസ്റ്റ് ഇൻഡീസിനെതിരായ കളികളിൽ, പിന്നീട് ഇംഗ്ലണ്ടിനെതിരായ കളിയിൽ, ഇപ്പോൾ അവസാനം ന്യൂസിലാൻഡിനെതിരായ കളിയിലും എല്ലാത്തിലും മിന്നത്തിളങ്ങിയത് നമ്മുടെ മണിമുത്ത് സഞ്ജു സാംസൺ തന്നെയാണ്. അതാണ് ആളുകൾക്ക് ഇത്ര ആവശ്യം തന്നെ പറയുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് സഞ്ജു ഇപ്പൊ ഇന്ത്യയെ കപ്പടിപ്പിച്ചിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? എന്ന് പറയാല്ലേ? കളി ജയിച്ച് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഞങ്ങൾ ജയിച്ച് സഞ്ജു അറബിക്കടലിലെ ശക്തിയാ. 3 കളിയിലും തടഞ്ഞ ഒരുപാട് മത്സരങ്ങളിൽ നിന്ന് മാറ്റി നടത്തിപ്പെട്ടു വന്നിട്ട് തടഞ്ഞവന്റെ ഒരു മറുപടിയാണിത്. ഇത് അറബിക്കടലിന്റെ ശക്തിയാ, മലയാളിയുടെ ശക്തിയല്ല, അറബിക്കടലിന്റെ ശക്തിയാ, മുക്കോന്റെ ശക്തിയാ. അതാണ് ഇപ്പൊ കാണിച്ചത്. കണ്ടോ ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും ടൂർണമെന്റിലെ? സംശയം എന്താ? അതിപ്പോ 2 കളിയിലും മാൻ ഓഫ് ദ ടൂർണമെന്റ് ആയില്ലേ, മാൻ ഓഫ് ദ മാച്ച് ആയില്ലേ? ഓ, ഈ ടൂർണമെന്റിൽ ഇവര് ആരാ? ഫൈനലിലും അതാണ് ഒറ്റ ഉള്ളൂ.
നമ്മളെ അറബിക്കടലിലെ ശക്തിയായി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഊർജോ ഞങ്ങളുടെ ഊർജോ തുടക്കം മുതലേ നമ്മുടെ ഇന്ത്യൻ ടീമിന് ആത്മവിശ്വാസത്തോടെ അദ്ദേഹം കളിച്ച് മുന്നേറുവാൻ വളരെ പരിശ്രമിച്ചു. എന്നാൽ ഒരുപാട് എന്താ പറയുക വിമർശനങ്ങളെല്ലാം മനസ്സിലേറ്റിക്കൊണ്ട് അദ്ദേഹം വളരെ ക്ഷമയോടെ ടീമിന് വേണ്ടി പോരാടുവാൻ വളരെ പരിശ്രമിച്ചു. ഈ കിരീടം സ്വന്തമാക്കി കൊടുത്ത സഞ്ജു സാംസൺ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി. സഞ്ജു ഈ മണ്ണിൽ മനുഷ്യൻ സഞ്ജു முன்னாடி யார் வந்து பிரச்சனை இல்லை. இதயம் தாண்டி வரவாலே கப்பை மணக்குவாலே അഞ്ജലി ഇങ്ങനെയാണ് എന്തായാലും ഈ ആവേശം അഞ്ജലി സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് അറിയാം. അത്തരത്തിൽ സഞ്ജുവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം, പ്രത്യേകിച്ച് 3 കളികളും ജയിച്ച് ഇന്ത്യ കിരീടം നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജുവിനോടുള്ള സ്നേഹം തന്നെയാണ് വിഴിഞ്ഞത്തുകാർ വലിയ രീതിയിൽ പ്രകടിപ്പിക്കുന്നത്. അതാണ് നമുക്ക് മുഴുവൻ കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ ഗ്രൗണ്ട് കാണാം. സഞ്ജു കളിച്ചു വളർന്ന ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ വലിയൊരു സ്ക്രീനിൽ ആരാധകർക്കെല്ലാം കാണാനുള്ള മത്സരം കാണാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് വിഴിഞ്ഞത്തുകാർ ഈ മത്സരത്തെ വരവേറ്റത്. അത്തരത്തിൽ വലിയ രീതിയിൽ വലിയ ആവേശം തന്നെ ഇന്ന് വൈകിട്ട് മുതൽ തന്നെ ഈ തിരുവനന്തപുരം വിഴിഞ്ഞം ഈ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അതാണ് ഇന്ന് രാത്രി പ്രകടമായത്. സഞ്ജുവിന്റെ ഓരോ സിംഗിളിനും, സഞ്ജുവിന്റെ ഓരോ ഫോറിനും, സഞ്ജുവിന്റെ ഓരോ സിക്സിനും ഇവിടെ വലിയ കൈയടികളാണ് നിറഞ്ഞുണ്ടായത്. അത് സഞ്ജുവിലേക്ക് മാത്രം ഒതുങ്ങിയില്ല, ഇന്ത്യൻ ടീമിലെ മുഴുവൻ താരങ്ങൾക്കും വലിയ രീതിയിൽ കൈയടി നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനപ്പുറത്ത് അഭിഷേക് ശർമ്മ ഇന്ന് ഫോം ആയതിലൂടെ തന്നെ മികച്ച അവിടെ വിഴിഞ്ഞത്തുള്ള ആളുകളുടെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിഹസിച്ചവർക്കും കളിയാക്കിയവർക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടാണ് സഞ്ജു ഇത്തവണ കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്ക്